ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഡിഗ്രി പ്രിലിമിനറി എക്സാം എപ്പോഴത്തേക്കായിരിക്കും? ഇതിന് ജോലി സാധ്യത എത്രത്തോളമാണ്? പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ഈ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആകുലതകൾക്കുമുള്ളൊരു സൊല്യൂഷനാണ്, ഒരു ആൻസറാണ് ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട തസ്തികകൾ ഇതിലേക്ക് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട കാറ്റഗറീസ് ഏതൊക്കെയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, എക്സൈസ് ഡ്രൈവർ ഉണ്ട്, SI ഉണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. അങ്ങനെ കുറച്ചധികം വിജ്ഞാപനങ്ങൾ ഡിഗ്രി തലത്തിൽ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ 2 ടയറിലായിട്ടാണ് നടക്കുക, പ്രിലിമിനറി ടയറും മെയിൻസും അല്ലേ. പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് മെയിൻസ് എക്സാമിലേക്ക് പോകാനായിട്ട് സാധിക്കുക. കഴിഞ്ഞ 2 വർഷങ്ങളിലെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് നടക്കുക. 2026 ഏപ്രിൽ മെയ് മാസം നമുക്കറിയാം എന്താണ്, നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് മെയ്യിൽ. അതോടൊപ്പം തന്നെ SSLC പരീക്ഷ വരുന്നുണ്ട് മാർച്ചിൽ. സോ ഡെഫിനറ്റ്ലി മാർച്ചിന് ശേഷവും അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് മുൻപായിട്ടുമായിരിക്കും നമ്മളുടെ പരീക്ഷകൾ നടക്കുക. കൂടുതലായിട്ടും ഡിഗ്രി പ്രിലിമിനറി എക്സാംസ് പല ടയറിലായിട്ടാണ് നടക്കുക, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക. ഒരു ഏപ്രിൽ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാമാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെയാണ് നടന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വിട്ടു പോകില്ല എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ റിസൾട്ട് വന്ന് മെയിൻസ് പരീക്ഷ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ നടക്കണം. തുടർന്ന് ഇന്റർവ്യൂ ഉണ്ട്. എല്ലാ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം സെക്രട്ടറി അസിസ്റ്റന്റൊക്കെ ഇന്റർവ്യൂ വന്നിരുന്നു അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം മുതൽ ഇവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. 2027 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയുള്ള റാങ്ക് ലിസ്റ്റുകളെല്ലാം തീരുന്നത്. സോ അതിന് മുൻപായിട്ട് ഈ 2 ടയറിലുള്ള പരീക്ഷയും ഇന്റർവ്യൂവും എല്ലാം തീരണം. ഇനി പ്രിലിമിനറി എക്സാം അല്ലേ, നമുക്ക് ആ ഒരു ടൈമിൽ പഠിച്ചാലും കിട്ടും, കാരണം മാത്സും ഇംഗ്ലീഷും മലയാളവും മാത്രം തന്നെ അവിടെ 50 മാർക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് എപ്പോഴൊക്കെയോ ആയിട്ട് ഉദ്യോഗാർത്ഥികളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻസ് എക്സാമിൻ്റെ പേപ്പറുകളിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ എന്തായാലും എഫേർട്ട് ഇട്ട് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. സോ കുറച്ചധികം ഡെപ്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നല്ല ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസിന് പഠിക്കാനായിട്ട് എളുപ്പമാവുള്ളൂ. കാരണം മെയിൻസിന് നമുക്കിത് മാത്രമല്ല, നമ്മളുടെ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് അവിടെ വേറെ പഠിക്കാൻ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പ്രിലിമിനറി ടോപ്പിക്സ് കൃത്യമായിട്ട് നല്ല ഡെപ്തിൽ പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആദ്യമായിട്ട് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചായാലും ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം നല്ലൊരു ബെസ്റ്റ് ട്രൈ ആണ്. കാരണം നിങ്ങൾക്ക് PSC പരീക്ഷയോടുള്ള ആത്മവിശ്വാസം കൂട്ടാനുള്ള ഒരു പരീക്ഷ തന്നെയാണ്. കാരണം കൃത്യമായിട്ടുള്ള പാറ്റേണും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം നമുക്കിപ്പോൾ എക്സാംസിനുണ്ട്. കൃത്യമായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പ്രിലിമിനറിയും അതിനുശേഷം മെയിൻസിലേക്കും തുടർന്ന് ഇന്റർവ്യൂ ഘട്ടങ്ങളിലേക്കും ഒക്കെ നമുക്ക് എത്താവുന്നതാണ്. ഡിഗ്രി പ്രിലിംസ് എക്സാം എവിടെയായിരിക്കും? ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും, മറക്കണ്ട. ഇനി ഇതിന്റെ ജോലി സാധ്യതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 3300-ലധികം കുട്ടികൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിലിപ്പം തന്നെ 1900-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. അതായത് 2024 വന്ന റാങ്ക് ലിസ്റ്റ് ആണ്. അത് എക്സ്പയർ ആവുന്ന 2027 2025 തന്നെ 1900-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയി. ഇനിയും കിടക്കുകയാണ് ഏകദേശം 1.5 കൊല്ലത്തിനടുത്ത്. ഡെഫിനറ്റ്ലി ആ ഒരു റാങ്ക് ലിസ്റ്റ് നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആവുന്ന ലെവലിലേക്ക് തന്നെ ഇപ്രാവശ്യം നിയമനം പോകും. അതേപോലെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും 330-ലധികം അഡ്വൈസ്, 700 പേരിലധികമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 50%-ലധികം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്തു. 2027 വരെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള നിയമനവും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, അവസരങ്ങൾ ഒരുപാടുണ്ട്, കാണാതെ പോകരുത്, പഠിച്ച് മുന്നോട്ട് പോകുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം, അത്യാവശ്യം PSC പരീക്ഷ വലിയ സുപരിചിതമല്ലാത്ത ഉദ്യോഗാർത്ഥികൾ പോലും നന്നായി പഠിച്ച് ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയാണ്. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് പരീക്ഷയെ വളരെ ഗൗരവമായി കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ മുന്നിൽ വീണ്ടും എത്ര മാസവും കൂടിയുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം, 90 ദിവസത്തിലധികം നമ്മുടെ മുന്നിലുണ്ട്. ഈ സമയം മതി ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഡിഗ്രി പ്രിലിംസ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ചസ് ആണിത്. ഏറ്റവും കൃത്യതയോടുകൂടി നിങ്ങളെ ഏറ്റവും മികച്ച റാങ്കിൽ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ ഏറ്റവും മികച്ച
മികച്ച അധ്യാപകരെ അണിനിരത്തിക്കൊണ്ടുള്ള ബാച്ചാണിത്. ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. റിസൾട്ട് അത് ഗ്യാരണ്ടീഡ് ആണ് CCയോടൊപ്പം. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.